ഒറ്റപ്പാലം ഉപജില്ലാ ശാസ്ത്രമേള പുരോഗമിക്കുമ്പോൾ ആദ്യമായി സോഷ്യൽ സയൻസ് സെമിനാറും ഉൾപ്പെടുത്തിയ സന്തോഷത്തിലാണ് സാമൂഹ്യശാസ്ത്ര അധ്യാപകർ. കേരള ചരിത്രം എന്ന വിഷയത്തിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥികളും ഇന്ത്യൻ ചരിത്രം എന്ന വിഷയത്തിൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളും പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ചരിത്ര സെമിനാറുകൾ ഉൾപ്പെടുത്തിയതോടെ വിദ്യാർത്ഥികളിൽ വായനാശീലം വർദ്ധിക്കുന്നതോടൊപ്പം ചരിത്രാവബോധവും കൈവരുമെന്ന അധ്യാപികയും ഒറ്റപ്പാലം ഉപജില്ലാ സോഷ്യൽ സയൻസ് സെക്രട്ടറിയുമായ സുനിത പറഞ്ഞു. ഒറ്റപ്പാലം സബ് ജില്ലയിലെ സോഷ്യൽ സയൻസ് മേള നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ സോഷ്യൽ സയൻസും മാത്സും ഉണ്ടായിരുന്നു. ഇന്ന് സോഷ്യൽ സയൻസിലെ 2 ഇനങ്ങളും അതുപോലെ സയൻസ് മേളയാണ് നടക്കുന്നത്. സാമൂഹ്യശാസ്ത്ര മേളയിൽ ഈ വർഷം ഉണ്ടായിട്ടുള്ള മാറ്റം എന്ന് പറയുന്നത് എല്ലാ മത്സരങ്ങളും തത്സമയ മത്സരങ്ങളാണ്. കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കുട്ടികൾ ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്ന രീതികളാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഈ വർഷം എല്ലാതും കുട്ടികൾ തത്സമയം നിർമ്മിക്കുന്ന രീതിയാണ് നമ്മൾ കണ്ടത്. മോഡലുകളായാലും ആൽബം ആയാലും അതുപോലെ ചാർട്ടുകളായാലും എല്ലാതും LP വിഭാഗം മുതൽ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, UP എല്ലാവരും ഇവിടെ വന്ന് നിർമ്മിക്കുന്ന ഒരു രീതിയാണ് ഈ വർഷം ഉണ്ടായത്. അത് പുതുക്കിയ മാനുവലിൽ ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ്. ഞങ്ങൾ സാമൂഹ്യശാസ്ത്ര അധ്യാപകർ അതിനെ വളരെ നല്ല രീതിയിൽ തന്നെ സ്വാഗതം ചെയ്യുകയാണ്. വളരെ സന്തോഷത്തോടു കൂടി പറയുകയാണ്, നല്ല രീതിയിലുള്ള പെർഫോമൻസ് ആണ് കഴിഞ്ഞ ദിവസം കുട്ടികൾ കാഴ്ചവെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ സാമൂഹ്യശാസ്ത്ര മേളയിൽ പുതിയതായിട്ടുണ്ടായ ഒരു മാറ്റം എന്ന് പറയുന്നത് ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി വിഭാഗങ്ങൾക്കായി കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും സെമിനാർ അവതരിപ്പിക്കാനുള്ള ഒരു രീതി വന്നിട്ടുണ്ട്. ഒരു പുതിയ ഇനം വന്നിട്ടുണ്ട്, ചരിത്ര സെമിനാർ എന്നുള്ളത്. ഹൈസ്കൂളിലെ കുട്ടികൾക്ക് കേരള ചരിത്രവും ഹയർ സെക്കൻഡറിയിലെ കുട്ടികൾക്ക് ഇന്ത്യ ചരിത്രമാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 7 വിഷയങ്ങൾ, 7 മേഖലകൾ അവർക്ക് കൊടുത്തിട്ട് അതിൽ നിന്ന് ലോട്ട് എടുത്ത് കിട്ടുന്ന കുട്ടി ഏതാണോ ലോട്ട് എടുത്ത് കിട്ടിയത് അതിനെക്കുറിച്ച് കുട്ടികൾ ഇന്നലെ സെമിനാർ പേപ്പർ തയ്യാറാക്കുകയും ഇന്ന് അതിനെക്കുറിച്ചിട്ടുള്ള ഇന്റർവ്യൂ ആണ് നടക്കുന്നത്. ചരിത്ര സെമിനാറിന്റെ ഇന്റർവ്യൂ ആണ് ഇന്നിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കുട്ടികൾ അതിനെക്കുറിച്ച് പ്രസന്റ് ചെയ്യുകയാണ് അവിടെ നടക്കുന്നത്. വളരെ നല്ല രീതിയിൽ നമ്മൾ അതിനെ സ്വാഗതം ചെയ്യുകയാണ്. കാരണം കുട്ടികളുടെ വായനാശേഷി വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ കേരള ചരിത്രവും ഇന്ത്യ ചരിത്രവും വളരെ ആഴത്തിൽ മനസ്സിലാക്കാനും അവസരം ഒരുക്കുന്ന ഒരെണ്ണമാണ് ചരിത്ര സെമിനാർ എന്നുള്ളത്. പുതിയ മാറ്റത്തെ വിദ്യാർത്ഥികളും ഏറെ താല്പര്യത്തോടെയാണ് സ്വീകരിച്ചത്.